ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമാറ്റിക് എക്കോസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വെറൈറ്റി കഥയെക്കുറിച്ചാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ത്രില്ലറായിട്ടുള്ള ഫ്രാക്ചർഡ് എന്ന് പറഞ്ഞ മൂവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ആക്സിഡൻറ്റും ഒരു ഹോസ്പിറ്റലും പിന്നെ റിയാലിറ്റിയും ഇമാജിനേഷനും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു മൈൻഡ് ബ്ലെൻഡിങ് സ്റ്റോറീനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊന്നും കൂടാതെ ക്ലൈമാക്സിൽ വേറൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ മൂവി തുടങ്ങുന്നത് താങ്ക്സ് ഗിവിങ് കഴിഞ്ഞ് പോകുന്ന ജോഹാൻ അവരുടെ ഹസ്ബൻഡായ റേ പിന്നെ മകൾ പാരിയുമായി കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. എന്നാൽ കാറിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോഹാൻ റേയിനോട് പറയുന്നു, നീ ഒരിക്കലും എന്നെ ഒരു സിറ്റുവേഷനിലും സപ്പോർട്ട് ചെയ്യാറില്ല. റേ തിരിച്ച് ദേഷ്യത്തോടെ പറയുന്നു, നീ എല്ലാ കുറ്റവും എൻ്റെ മണ്ടയ്ക്ക് തന്നെയാണ് ഇടുന്നതെന്ന്. ഇങ്ങനെ അവർ രണ്ടുപേരും ആർഗ്യുമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മകൾ പാരി പറയുന്നു, എനിക്ക് റെസ്റ്റ് റൂമിൽ പോകണമെന്ന്. ഇത് കേട്ട റേ അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാറ് നിർത്തുന്നു. കാറിൽ നിന്നിറങ്ങി റേ വെള്ളം മേടിക്കാനും പാരിക്ക് ബാറ്ററി മേടിക്കാനും കൂടി ഷോപ്പിലേക്ക് പോവുകയും ജോഹാനും പാരിയും കൂടി വാഷ്റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ പാരി പറയുന്നു പാരിയുടെ ചെറിയ മിറർ മിസ് ചെയ്തെന്ന്. അത് നോക്കാൻ വേണ്ടി ജോഹാൻ വാഷ്റൂമിലേക്ക് പോവുകയും റേ കാറിൻ്റെ ബാക്ക് സീറ്റിൽ നോക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ബലൂൺ കാണുകയും അതെടുക്കാൻ വേണ്ടി പാരി പോവുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ വെച്ച് ഒരു ഡോഗ് അതിനെ പേടിപ്പിക്കുകയും ഇത് കണ്ട് റേ ഡോഗിനെ ഓടിക്കാൻ വേണ്ടി കല്ലെടുത്ത് എറിയുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ട് പാരിയുടെ കാല് സ്ലിപ്പാകുകയും ഒരു കുഴിയിലേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കണ്ട് റേ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെല്ലുകയും എന്നാൽ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കുഴിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ആ വീഴ്ചയിൽ റേക്ക് തലയ്ക്കൊരു ചെറിയ പരിക്ക് പറ്റുകയും ഇത് കണ്ട് ജോഹാൻ ഓടി വന്ന് കുഞ്ഞിനെ നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ഫ്രാക്ചർ പറ്റുകയും ചെയ്യുന്നു. തലയ്ക്ക് പരിക്ക് പറ്റിയ റേ കുറച്ചു നേരം ആൻഷ്യസ് ആയിട്ട് നിൽക്കുകയും എന്നാൽ ജോഹാൻ പറയുന്നുണ്ട്, നമുക്ക് ആംബുലൻസ് വിളിക്കാം, കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നു. എന്നാൽ റേ പറയുന്നു, ഞാൻ വരുന്ന വഴിക്ക് ഒരു ഹോസ്പിറ്റൽ കണ്ടായിരുന്നു, നമുക്ക് കാറിൽ ഹോസ്പിറ്റലിൽ പോവാം, ആംബുലൻസ് വരുന്നതിനെക്കാട്ടിലും മുമ്പേ നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റുമെന്ന് പറയുന്നു. അങ്ങനെ അവർ കാറിൽ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ ചെന്ന് ജോഹാൻ റേയിനോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും നമുക്ക് കുഞ്ഞിനെ കാണിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ റേ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കുഞ്ഞിനെ കാണിക്കണം എന്ന് പറയുന്നു. ഹോസ്പിറ്റലിലുള്ളവർ പെട്ടെന്ന് കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറിനെ വിളിക്കുകയും ഡോക്ടർ വന്ന് കുഞ്ഞിനെ നോക്കുകയും ചെയ്യുന്നു. ഡോക്ടർ കുഞ്ഞിനെ നോക്കിക്കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നു, കുഞ്ഞിനൊരു സിറ്റി സ്കാൻ എടുക്കേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ സിറ്റി സ്കാൻ സെൻറ്ററിലേക്ക് ചെല്ലാൻ പറയുന്നു. എന്നാൽ അവിടെയുള്ള ഒരു നേഴ്സ് റേയിനോട് ചോദിക്കുന്നു, കുഞ്ഞിൻ്റെ ഓർഗൻസ് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട റേ മനസ്സിൽ ദേഷ്യമുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ ജോഹാനെയും കുഞ്ഞിനെയും സിറ്റി സ്കാൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. അവരെ വിട്ടുകഴിഞ്ഞ് റേ വെയിറ്റിംഗ് റൂമിൽ പോയിരുന്ന് ക്ഷീണം കാരണം അറിയാണ്ട് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. റേ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തലയിൽ ഒരു ബാൻഡേജ് വെച്ചിരിക്കുന്ന ശ്രദ്ധിക്കുകയും എന്നാൽ സമയം സന്ധ്യയായാലോ ഇവരിതുവരെ വന്നില്ലല്ലോ എന്ന് കരുതി ഹോസ്പിറ്റലിലുള്ളവരോട് ചോദിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നു. റേ എൻക്വയറി കൗണ്ടറിൽ ചെല്ലുമ്പോൾ ഷിഫ്റ്റ് മാറിയതുകൊണ്ട് വേറെ സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ റേ അവിടെയുള്ള നേഴ്സിനോട് ചോദിക്കുന്നു, എൻ്റെ മകൾ ഇതുവരെ സിറ്റി സ്കാൻ കഴിഞ്ഞ് വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള നേഴ്സ് മകളുടെ ഡീറ്റെയിൽസ് റേയിനോട് ചോദിക്കുകയും ചെയ്യുന്നു. നേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നു, ഇങ്ങനൊരു പേഷ്യൻ്റ് എൻട്രി ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ട റേ ദേഷ്യപ്പെട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യും. എന്നാൽ അവിടെയുള്ള ഒരു ഡോക്ടർ റേനെ വന്ന് കാണുമ്പോൾ പറയുന്നത്, താങ്കളുടെ ഹെഡ് ഇഞ്ചുറിക്ക് വേണ്ടി താങ്കൾ ഒറ്റയ്ക്കാണ് വന്നത്, കൂടെ ആരും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. ഡോക്ടർ പറയുന്നത് കേട്ട് റേ വിചാരിക്കുന്നു, ഈ ഹോസ്പിറ്റലിൽ ഓർഗൻ മാഫിയ നടക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് വൈഫിനെയും കുഞ്ഞിനെയും കാണിക്കാത്തതെന്നും. ഇത് മനസ്സിൽ വെച്ച് റേ ഒരുപാട് ദേഷ്യപ്പെടുകയും എന്നാൽ ഹോസ്പിറ്റലിലുള്ളവർ റേയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് അവിടുത്തെ സ്റ്റോർ റൂമിൽ അടച്ചിടും. എന്നാൽ പകുതി ബോധമുള്ള റേ ആ സ്റ്റോർ റൂമിൽ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്ത് ചാടി ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വരുമ്പോഴത്തേക്ക് അവിടെ രണ്ട് പോലീസുകാരെ കാണുകയും റേ ഉടനെ തന്നെ പോലീസുകാരുടെ അടുത്ത് പറയുന്നു, എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഈ ഹോസ്പിറ്റലുകാർ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് എന്നെ സഹായിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു.
ഇത് കേട്ട പോലീസുകാർ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നു റേ ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത്, കൂടെ ആരും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ പോലീസുകാർ പറയുന്നു നമുക്കിതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ വേണ്ടി CCTV ചെക്ക് ചെയ്യാമെന്ന്. അങ്ങനെ അവർ CCTV ചെക്ക് ചെയ്യുമ്പോൾ റേനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ റേ പറയുന്നു ഭാര്യയും കുഞ്ഞും ഇരിക്കുന്ന സ്ഥലത്ത് CCTVയുടെ ആംഗിൾ വന്നിട്ടില്ല, അതുകൊണ്ടാണ് അവരെ കാണാത്തതെന്ന് പറയുന്നു. ഇപ്പോൾ റേ ഒറ്റയ്ക്കാണോ അതോ ഭാര്യയും കുഞ്ഞുമായിട്ടാണോ വന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു തെളിവുമില്ല. അങ്ങനെ ഇരിക്കെ റേയുടെ ഈ കണ്ടീഷൻ കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിലുള്ളവർ ഒരു സൈക്കാട്രിസ്റ്റിനെ വിളിക്കുകയും സൈക്കാട്രിസ്റ്റ് വന്ന് റേയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ സൈക്കാട്രിസ്റ്റ് റേയോട് ഭാര്യയും കുഞ്ഞിനെ പറ്റി പല ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെല്ലാം ഉത്തരം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ റേ അറിയാണ്ട് റേയുടെ ആദ്യത്തെ ഭാര്യയെപ്പറ്റി പറയുകയും ചെയ്യുന്നു. സൈക്കാട്രിസ്റ്റ് റേയോട് ആദ്യത്തെ ഭാര്യയെപ്പറ്റി ചോദിക്കുമ്പോൾ റേ പറയും ആദ്യത്തെ ഭാര്യ 8 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയും ആ സമയത്ത് ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ഡോക്ടർ അവസാനം റേയോട് പറയും താങ്കളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചതിൻ്റെ സങ്കടം ഇതുവരെ താങ്കൾക്ക് പോയിട്ടില്ല, അതുകൊണ്ടാണ് താങ്കൾ ഓരോരോ കാര്യങ്ങൾ ഇപ്പം ഹാലിസിനേറ്റ് ചെയ്ത് പറയുന്നതെന്നും ശരിക്കും നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണ് വന്നതെന്നും ബാക്കിയെല്ലാം നിങ്ങൾ ഹാലിസിനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണെന്നും ഡോക്ടർ പറയുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നതൊന്നും റേക്ക് മനസ്സിലാകുന്നില്ല. റേ നിസ്സഹായനായിട്ട് പോലീസുകാരോട് പറയുന്നു നമുക്ക് ആ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് പോയി നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമല്ലോ എന്ന് പറയുന്നു. ഇങ്ങനെ പോലീസുകാരും ഡോക്ടറും റേയും കൂടി പോലീസ് വണ്ടിയിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ കുറേയേറെ രക്തം കിടക്കുന്നതായിട്ട് പോലീസുകാർ ശ്രദ്ധിക്കുകയും അപ്പോൾ പോലീസുകാർ പറയും ഇവിടെ എന്തോ ക്രൈം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് റേനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇത് കേട്ട റേ പാനിക്കാവുകയും അവിടെയുള്ള ഒരു പോലീസുകാരൻ്റെ തോക്കെടുത്ത് പോലീസുകാരെയും ഡോക്ടറിനെയും ഒരു റൂമിനകത്തിട്ട് പൂട്ടുകയും അങ്ങനെ പോലീസ് വണ്ടി എടുത്ത് അയാൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് റേ ബേസ്മെൻറ്റിലേക്ക് പോവുകയും എന്നാൽ അവിടെ വെച്ച് രാവിലെ കുഞ്ഞിൻ്റെ ഓർഗൻസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച നേഴ്സിനെ കാണുകയും ചെയ്യുന്നു. അപ്പോൾ റേ വിചാരിക്കുന്നു ഇവിടെ എന്തോ ഓർഗൻ മാഫിയ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയും പിന്നീട് റേ ബേസ്മെൻറ്റിലുള്ള റൂമെല്ലാം സെർച്ച് ചെയ്യും. അതിലെ ഒരു റൂമിനകത്ത് കുറച്ച് ഡോക്ടേഴ്സ് കുഞ്ഞിന് ചുറ്റും നിൽക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നു. ഇത് കണ്ട റേ ഉടനെ തന്നെ തോക്കും ചൂണ്ടി അകത്തേക്ക് ചെല്ലുകയും ഡോക്ടേഴ്സിനോട് മാറി നിൽക്കാൻ പറയുകയും ചെയ്യുന്നു. അപ്പോഴാണ് റേ ശ്രദ്ധിക്കുന്നത് അടുത്ത് ഒരു വീൽ ചെയറിൽ ഭാര്യ ജോഹാൻ ബോധമില്ലാതിരിക്കുന്നു. അപ്പം തന്നെ റേ കുഞ്ഞിനെ എടുത്ത് ഭാര്യയുടെ മടിയിൽ വെച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. എന്നാൽ അവിടെയുള്ള ഡോക്ടേഴ്സ് റേനെ തടയുകയും എന്നാൽ റേയുടെ കയ്യിലുള്ള തോക്ക് അറിയാണ്ട് പൊട്ടി അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് എഴുന്നേറ്റ് റേ ഉടനെ തന്നെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഒരു സെക്യൂരിറ്റിയും ഡോക്ടറും അവരെ തടയാൻ നിൽക്കുകയും ആ ഡോക്ടറിൻ്റെ കാറിൽ റേ വെടിവെക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിന് പുറത്തു പോയി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് വന്ന റേ പെട്ടെന്ന് ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് കാറിൻ്റെ ബാക്ക് സീറ്റിൽ എത്തി കാറ് കൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ രക്ഷപ്പെടുന്ന സമയത്ത് റേ ബാക്ക് മിറർ നോക്കുമ്പോഴത്തേക്ക് ഭാര്യ എഴുന്നേറ്റിരിക്കുന്നത് കാണുകയും റേ പറയുന്നു ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇനിയാണ് മൂവിയിൽ ട്വിസ്റ്റ് വരുന്നത്. അടുത്ത സീൻ മൂവിയിൽ കാണിക്കുന്ന പഴയ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെയാണ്. അവിടെ വെച്ച് കുഞ്ഞ് വീണ് തല പൊട്ടി കുഞ്ഞ് അവിടെ തന്നെ മരിക്കുകയായിരുന്നു. എന്നാൽ ഭാര്യ ഇത് കണ്ട് റേയെ വഴക്ക് പറയുന്ന സമയത്ത് റേ ഭാര്യ തള്ളി മാറ്റുകയും അങ്ങനെ ഭാര്യയും അവിടെ വെച്ച് മരിക്കുന്നതാണ് ശരിക്കും സംഭവിക്കുന്നത്. എന്നാൽ റേ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ ഭാര്യയും കുഞ്ഞിൻ്റെയും ബോഡി കാറിൻ്റെ ഡിക്കിയിലാക്കി ഹോസ്പിറ്റലിലേക്ക് പോവുകയും പിന്നീട് അവിടെ ചെയ്യുന്നതെല്ലാം ഹാലിസിനേഷനായിട്ട് ആണ് കാണിക്കുന്നത്. ഒരു ആക്സിഡൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഹാലിസിനേഷനിൽ അവസാനിക്കുന്ന ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ത്രില്ലറാണ് ഫ്രാക്ചർ എന്ന് പറഞ്ഞ മൈൻഡ് ബ്ലെൻഡിങ് ആയിട്ടുള്ള മൂവി. ഇതാണ് ഇന്നത്തെ കഥ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലത്തെ പുതിയ കഥകൾ കേൾക്കാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.